ബഹുമാന്യ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ട സമയത്ത് തന്നെ ആശങ്കകൾ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കേന്ദ്രം ഇതിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 50ഓളം നിബന്ധനകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്നാണല്ലോ CM അറിയിച്ചിട്ടുള്ളത്. ബഹുമാനായ CM ഹസൻ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആശങ്ക പങ്കുവച്ചതായിരിക്കാം. ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച പ്രതികരണം കൃത്യമായി പറയേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം ഇത് സംബന്ധിച്ച നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയാണെങ്കിലും ഭാവിയിൽ പഠനങ്ങൾക്ക് ശേഷം കൃത്യമായ സമീപനവും നിലപാടും അദ്ദേഹം വ്യക്തമാക്കും. എക്സൈസ് പോളിസിയിൽ സർക്കാർ എക്സൈസ് വകുപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കും. എല്ലാ അത് ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ UDF അതിന്റെ റോൾ നിർവഹിക്കും. ഔദ്യോഗികമായിട്ട് എക്സൈസ് നയം നിലവിൽ വരും താമസിയാതെ. വളരെ കൃത്യമായി തന്നെ നിയമസഭയിലൂടെ കാര്യങ്ങൾ വ്യക്തമായതല്ലേ. ഗവൺമെന്റ് ആദ്യം പറഞ്ഞ സമീപനത്തിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. ആദ്യം പറഞ്ഞു ഇതൊരു നികുതി സ്ലാബാണ്. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന LDF ആണ്. ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്, റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കേണ്ടതുകൊണ്ട് റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിച്ചു. അതിലെ നികുതി നിർദ്ദേശം വന്ന നിലയിൽ ഇത് വന്നു. പക്ഷെ അതിന്റെ ഫിനാൻസ് ബില്ലിൽ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കി ഈ ഫിനാൻസ് ബില്ലിൽ നികുതി നിർദ്ദേശങ്ങൾ നിലവിൽ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നിലവിൽ വരുമ്പോൾ മാത്രമാണ്. നോട്ടിഫിക്കേഷൻസ് എന്ന് നിലവിൽ വരുമെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, അത് അബ്കാരി പോളിസിക്ക് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട തീരുമാനം വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ നിലവിൽ എക്സൈസ് നയത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിപുലമായ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ വിശദമായ എക്സൈസ് നയം നിലവിൽ വരും. ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നിപ്പോ ട്രാവൻകൂർ ഷുഗർ സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, അതില് ഉൽപാദന നിർത്തിവെച്ചത് യഥാർത്ഥത്തിൽ ഈ ഉൽപാദനം ജവാന്റെ ഉൽപാദനം നിലച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഏപ്രിൽ മാസം 20-ാം തീയതി അവിടെ ജവാന്റെ 750 ml കുപ്പിയുടെ പ്രൊഡക്ഷൻ നിന്നിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് 1000 ml പ്രൊഡക്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1000 ml പ്രൊഡക്ഷനും നിലച്ചപ്പോഴാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ഇപ്പോൾ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-ാം തീയതി ഞാൻ ഉൾപ്പെടെ അവിടെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് സംബന്ധിച്ചുകൂടിയാണ് ടാക്സ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. ഉൽപാദനം നിലയ്ക്കരുത് എന്ന നിർദ്ദേശം കൃത്യമായി തന്നെ ഇതിന്റെ ചുമതല വഹിക്കുന്ന മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായി ബെവ്കോ മാനേജ്മെന്റിന്, ബെവ്കോയ്ക്കാണ് ഈ ട്രാവൻകൂർ ഷുഗേഴ്സിന്റെയും മലബാർ ഡിസ്റ്റിലറീസിന്റെയും ഭരണ ചുമതല ബെവ്കോയ്ക്കാണ്. അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഓണം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജവാന്റെ ഉൽപാദനത്തിന് ഒരു തരത്തിലും ഉള്ള കോട്ടം ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സാങ്കേതികമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അടിയന്തരമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു 2 വ്യക്തികൾ തമ്മിൽ സംഭാഷണം നടത്തിയാൽ ഈ 2 ആളുകളല്ലാതെ മൂന്നാമതാരെങ്കിലും അറിയൂ? ഇങ്ങനെ ഇപ്പൊ അദ്ദേഹം എന്നെ കണ്ട് സംഭാഷണം നടത്തിയെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ അദ്ദേഹം പറയണം. ഇതല്ലാതെ മൂന്നാമതൊരു വ്യക്തിക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുമോ? ഞാൻ ബെവ്കോ MD-യുമായിട്ട് കൂടിക്കാഴ്ച നടത്താറുണ്ട്. അതെന്ന് പറയുന്നത് ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ്. എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ ബെവ്കോയുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകാറുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം റൂമറുകൾ മാത്രമാണ്. ഞാൻ അതിന് മറുപടി പറയാൻ പറ്റും എനിക്കതിനെല്ലാം. ഞാൻ ഇന്ന് MD-മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ്. എനിക്ക് മനസ്സിലായത് വളരെ ക്രിയാത്മകമായ നിരവധി വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. വന്യജീവി കോൺഫ്ലിക്റ്റ്, അതുമായി ബന്ധപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്നു. എയിംസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നു. സർക്കാർ വളരെ കൃത്യമായി ഒരു അജണ്ടയെ മുൻനിർത്തി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ അജണ്ട തയ്യാറാക്കി അത് ഓരോ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് MD-മാരുമായി വളരെ വിശദമായ ചർച്ചയാണ് നടന്നത്. സംസാരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ സ്വാഭാവികമായ കാര്യമല്ല. ജനാധിപത്യ രാജ്യമല്ലേ.